ഹായ് ഹലോ. അപ്പൊ നമുക്കേ ഇന്ന് നല്ലൊരു കൊഴക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിപ്പൊടിയിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ അതിനുശേഷം വേണമെന്ന് ശർക്കര എടുത്ത് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഈ തിളച്ച് വരുന്ന സമയത്ത് ദേ ഇതുപോലെ പത വരും. ആ പതയെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. അതതിന്റെ അഴുക്കാണ്. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി പൊടി ഇതേ കണക്ക് തന്നെ നമ്മൾ നന്നായിട്ട് മയം വരുന്ന രീതിയിൽ കുഴച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തു വെക്കണം. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങയും ശർക്കരയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം. അതിൽ ഒരു 4-5 ഏലക്കയും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ശർക്കര തേങ്ങയിൽ കംപ്ലീറ്റ് കവർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇത് ചൂടാക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ബോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടെ നിറച്ചു കൊടുത്ത് പിന്നെ ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇത് ഞാൻ ഇലയുടെ ഒരു ഷേപ്പിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിലൊരു ഇഡ്ഡലി ചെമ്പ് വെച്ച് അതിലേക്ക് ഇത് നിറച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിറച്ച് ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇത് ആവി വരാൻ വേണ്ടിയിട്ട് കാത്തു വയ്ക്കാം. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്കിത് കൊഴക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.